ഇറാനിൽ ഇന്ന് പടരുന്ന പ്രക്ഷോഭങ്ങളും ചോരപ്പുഴകളും വെറും ഒരു ആഭ്യന്തര പ്രശ്നമല്ല, മറിച്ച് ദീർഘകാലമായി അമേരിക്ക മെനഞ്ഞെടുത്ത ഒരു മാസ്റ്റർ പ്ലാനിന്റെ പരിസമാപ്തിയാണെന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകത്തിന് മുന്നിലുണ്ട്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യത്തിന് എന്നും തടസ്സമായി നിന്നിട്ടുള്ള ഇറാനെ തകർക്കാൻ ഇസ്രായേലിന്റെ കുടില ബുദ്ധിയും ഇതിന് പിന്നിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. ലോക പോലീസായി ചമയുന്ന അമേരിക്ക ഇറാനിലെ ജനതയോടുള്ള സഹാനുഭൂതി എന്ന വ്യാജേന പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇറാന്റെ പരമാധികാരത്തെ കാൽക്കീഴിലാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധികളെയും പണപ്പെരുപ്പത്തെയും ആയുധമാക്കി ജനങ്ങളെ പ്രകോപിപ്പിക്കുകയും അതിലൂടെ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കി ഭരണം പിടിച്ചെടുക്കുകയോ തകർക്കുകയോ ചെയ്യുക എന്നതാണ് പാശ്ചാത്യ ശക്തികളുടെ ലക്ഷ്യം. സഹായം ഉടനെത്തുമെന്ന ട്രംപിന്റെ വാഗ്ദാനം ഒരു രക്ഷകന്റെ വാക്കുകളല്ല, മറിച്ച് ഇറാനെ കീഴടക്കാൻ ഒരുങ്ങുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ ആഹ്വാനമാണ്. ഇസ്രായേലുമായി ചേർന്ന് ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കാൻ ശ്രമിച്ചതും അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്തിയതും ഈ ഗൂഢാലോചനയുടെ ആദ്യഘട്ടങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഇറാനിലെ തെരുവുകളിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതും മരണസംഖ്യ ഉയരുന്നതും ഈ ബാഹ്യ ഇടപെടലുകളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. സൈന്യത്തിനുള്ളിൽ ഭിന്നതയുണ്ടാക്കിയും ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കിയും ഇറാനെ ഒരു പാവ സർക്കാരായി മാറ്റാനുള്ള അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിന്റെ നീക്കമാണിത്. പ്രതിസന്ധികൾ അവസാനിപ്പിക്കാൻ ഇറാൻ ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന് വാക്കുകൾ കൊണ്ട് ആശംസിക്കുമ്പോഴും ഇറാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ തകർത്ത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഈ വിദേശ ശക്തികളുടെ യഥാർത്ഥ ലക്ഷ്യം. ഈ ചതുരംഗക്കളത്തിൽ സാധാരണക്കാരായ ഇറാൻ ജനത ബലിയാടുകളാകുന്നു എന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഭീകരമായ സത്യമാണ്. പക്ഷെ ഇതിനൊക്കെയുള്ള മറുപടി എന്തായാലും ഇറാൻ അമേരിക്കയ്ക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. എന്താണ് ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. 2025 അവസാനത്തോടെ പൊട്ടിപ്പുറപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം 2026 ജനുവരിയോടെ അത്യന്തം ഭീകരമായ അക്രമത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്കിടയിൽ ഇറാന്റെ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇത് മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക തകർച്ചയിൽ നിന്നാണ് ഈ പ്രതിഷേധങ്ങളുടെ തുടക്കം. 40% വർദ്ധിച്ച പണപ്പെരുപ്പവും കഴിഞ്ഞ വർഷം പകുതിയോളം മൂല്യം നഷ്ടപ്പെട്ട റിയാലും ആവശ്യ സാധനങ്ങളുടെ അമിത വിലയും ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. ടെഹ്റാൻ, ഷിറാസ്, കെർമാൻഷാ തുടങ്ങിയ നഗരങ്ങളിലെ വ്യാപാരികളും വിദ്യാർത്ഥികളും സാധാരണക്കാരും തെരുവിലിറങ്ങി. സാമ്പത്തിക പരാതികൾ തുടങ്ങിയ പ്രതിഷേധം പിന്നീട് അഴിമതിക്കും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനുമെതിരെയുള്ള രോഷമായി മാറി. 2025 ജൂണിലെ ഇസ്രായേലുമായുള്ള വ്യോമയുദ്ധവും ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണങ്ങളും ഈ അവസ്ഥയെ കൂടുതൽ വഷളാക്കിയെന്നത് കൃത്യമാണ്. പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ സൈന്യവും ബസിജ് അർദ്ധസൈനിക വിഭാഗവും അതിശക്തമായ ബലപ്രയോഗം തന്നെയാണ് നടത്തുന്നത്. കണ്ണീർ വാതകവും വെടിയുണ്ടകളും പ്രയോഗിക്കുന്നതിനെ കൂട്ടക്കൊലകൾ എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ വിശേഷിപ്പിക്കുന്നത്. ഇറാനിലെ തെരുവുകളിൽ ഇപ്പോൾ ഒഴുകുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ രക്തമാണ്. 2025 അവസാന പകുതിയിൽ പട്ടിണിക്കും വിലക്കയറ്റത്തിനുമെതിരെ തുടങ്ങിയ പ്രതിഷേധം 2026 ജനുവരി പകുതിയോടടുക്കുമ്പോൾ ഭരണകൂടത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു മഹാവിപ്ലവമായി മാറിയിരിക്കുന്നു. ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത നാളുകളിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് പറയാനുള്ളത്. പണപ്പെരുപ്പം 40% കടന്നതും കറൻസിയുടെ മൂല്യം പകുതിയായി ഇടിഞ്ഞതും ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ച ഘടകമാണ്. എന്നാൽ ഈ സാമ്പത്തിക പരാതികൾ വെറും 3 ആഴ്ച കൊണ്ട് ഭരണകൂടത്തിന്റെ അഴിമതിക്കും അടിച്ചമർത്തലിനുമെതിരെയുള്ള രോഷമായി ആളിപ്പടരുകയായിരുന്നു. കഴിഞ്ഞ ജൂണിൽ ഉണ്ടായ യുദ്ധവും ആണവ നിലയങ്ങൾക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണങ്ങളും രാജ്യത്തെ ബജറ്റ് പ്രതിസന്ധിയിലാക്കിയപ്പോൾ അതിന്റെ ആഘാതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് സാധാരണക്കാർ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ഇവിടെയാണ് കൃത്യമായിട്ട് കളിച്ചിട്ടുള്ളത്. ജനുവരി 8 ടെഹ്റാനിലെ ആശുപത്രികളിൽ നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. അന്ന് മാത്രം വെടിയേറ്റ് മരിച്ച 217 പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രികളിൽ കുന്നുകൂടി. ഷിറാസിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ. ഔദ്യോഗികമായി 483 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും വെറും 48 മണിക്കൂറിനുള്ളിൽ 2000-ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് സുരക്ഷാ കൗൺസിലുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ജനുവരി 13 ആയപ്പോഴേക്കും മരണസംഖ്യ 12,000 കടന്നതായി റിപ്പോർട്ടുകളുണ്ട്. മരണപ്പെട്ടവരുടെ എണ്ണം ഒളിച്ചു വെക്കാൻ സൈന്യവും മോർച്ചറികൾ പിടിച്ചെടുക്കുകയും ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു. കൊല്ലപ്പെട്ടവരിലും തടവിലാക്കപ്പെട്ടവരിലും പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളുമുണ്ട് എന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. 10,000-ലധികം ആളുകളെയാണ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഇടപെടലുകളാണ് കലാപത്തിന് പിന്നിലെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. അതേസമയം പ്രക്ഷോഭകർക്ക് പിന്തുണയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്
മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന്റെ ഭീതിയും പരത്തിയിട്ടുണ്ട്. സുപ്രീം ലീഡർ ഖമേനിയുടെ മോശമായ ആരോഗ്യസ്ഥിതിയും സൈന്യത്തിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും ഭരണകൂടത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നതും സത്യമാണ്. സ്വന്തം ജനതയെ കൊന്നൊടുക്കി അധികാരം നിലനിർത്തണോ അതോ ജനഹിതത്തിന് വഴങ്ങി പടിയിറങ്ങണോ എന്ന വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടമുള്ളത്. ഈ രക്തച്ചൊരിച്ചിലിന്റെ വാർത്തകൾ പുറം ലോകം അറിയാതിരിക്കാൻ ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് തുടരുമ്പോഴും ഇറാനിലെ ഓരോ തെരുവിലും സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളികൾ അടങ്ങാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം നേരിടുന്ന ഈ ആഭ്യന്തര പ്രതിസന്ധി ഇപ്പോൾ ഒരു ആഗോള യുദ്ധഭീതിയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നവുമില്ല. രാജ്യത്ത് പടരുന്ന ജനരോഷം തടയാൻ കഴിയാതെ വന്നതോടെ ഇതിന് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഗൂഢാലോചനയാണെന്ന ആരോപണമാണ് ടെഹ്റാൻ ഉന്നയിക്കുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് പ്രക്ഷോഭകാരികൾക്ക് പരസ്യ പിന്തുണയുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത്. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുക മാത്രമാണ് ചെയ്തത്. സഹായം ഉടൻ എത്തുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു പിന്തുണയല്ല, മറിച്ച് ഒരു വിദേശ സൈനിക ഇടപെടലിന്റെ സൂചനയാണോ എന്ന് ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നു. 2025 ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളുടെ മുറിവ് ഉണങ്ങുന്നതിന് മുൻപേ വീണ്ടും ഒരു സൈനിക നീക്കം ഉണ്ടായാൽ അത് മധ്യേഷ്യയെ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നു. സ്വന്തം ജനതയുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിന് മുന്നിൽ ഇപ്പോൾ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുമായി മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വിട്ടുവീഴ്ച ചെയ്യുക. എന്നാൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകുമെന്ന ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാൻ ഭരണകൂടം കൂടുതൽ പ്രകോപിതരായി അടിച്ചമർത്തൽ ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത. അമേരിക്കയ്ക്ക് ഒരു അവസരം കൊടുത്താൽ ഇറാൻ കീഴടക്കുമെന്ന് ഇവർക്ക് അറിയാം. ഇറാൻ ഭരണകൂടം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത് എന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ആരോഗ്യനില വല്ലാതെ വഷളായിരിക്കുന്നത് ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. നേതൃത്വത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഈ സമയത്ത് രാജ്യത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് നിയന്ത്രിച്ചിരുന്ന സൈനിക വിഭാഗമായിട്ടുള്ള IRGC ഉള്ളിൽ തന്നെ ഭിന്നതകൾ ഉടലെടുക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. സ്വന്തം ജനതയ്ക്ക് നേരെ വെടിയുതിർക്കാൻ ചില സൈനിക ഉദ്യോഗസ്ഥർ വിമുഖത കാണിക്കുന്നത് ഭരണകൂടത്തിന്റെ അടിത്തറ ഇളകുന്നതിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തീരുമാനമാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്ന്, പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കിക്കൊല്ലുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ആഭ്യന്തര പ്രതിസന്ധികൾക്കിടയിലും പുറം ലോകം അവിടെ നടക്കുന്ന ക്രൂരതകൾ അറിയാതിരിക്കാൻ രാജ്യം മുഴുവൻ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഈ ഡിജിറ്റൽ ഇരുട്ടിൽ ഓരോ നിമിഷവും മരണസംഖ്യ ഭീതിതമായി ഉയരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു. ഒരു വശത്ത് വിദേശ സൈനിക ഇടപെടലിന്റെ ഭീഷണിയും മറുവശത്ത് ആഭ്യന്തര വിപ്ലവവും നേരിടുന്ന ഇറാൻ വരും ദിവസങ്ങളിൽ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയില്ല. ഇറാനിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ അതീവ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 13 കണക്കുകൾ പ്രകാരം മരണസംഖ്യ 12,000 കടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ UN മനുഷ്യാവകാശ കൗൺസിൽ അടിയന്തര യോഗമാണ് ചേർന്നത്. പ്രക്ഷോഭകർക്ക് നേരെ അനാവശ്യമായ ബലപ്രയോഗം നടത്തുന്നത് നിർത്തണമെന്നും തടവിലാക്കിയവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു. രാജ്യത്തെ ഇന്റർനെറ്റ് നിരോധനം നീക്കണമെന്നും മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സംഘത്തെ ഇറാനിലേക്ക് അയക്കാൻ അനുവദിക്കണമെന്നുമാണ് സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് ഇറാൻ ഈ ആവശ്യങ്ങളൊക്കെ തന്നെ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇവർക്കിടയിൽ ഒരു അതൃപ്തി വളർത്തിയിട്ടുമുണ്ട്. ഇറാനിലെ തെരുവുകളിൽ പ്രക്ഷോഭകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പോരാട്ടങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഓരോ രാജ്യവും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഈ പ്രതിസന്ധിയോട് പ്രതികരിക്കുന്നത് പോലും. നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ പ്രതിസന്ധിയോട് പ്രതികരിച്ചതെന്ന് നോക്കാം. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കാര്യം വരികയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണ് ഏറ്റവും ശ്രദ്ധേയം. ഇറാനിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ സൈനികമായ ഇടപെടലുകൾ ഉണ്ടായേക്കാം എന്ന സൂചന നൽകി കഴിഞ്ഞു. സഹായം ഉടൻ എത്തുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രക്ഷോഭകർക്ക് ആവേശം നൽകുന്നുണ്ട് എങ്കിലും അത് മേഖലയിൽ ഒരു പൂർണ്ണ യുദ്ധത്തിന് കാരണമാകുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ശക്തമായി അപലപിക്കുകയും ഭരണകൂടത്തിന് മേൽ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇറാനിലെ ആഭ്യന്തര കലഹങ്ങളെ ഇസ്രായേൽ അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായി ഇറാൻ ഭരണകൂടം തകരുന്നത് ഇസ്രായേലിന് ഗുണം ചെയ്യും. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭം ഇറാന്റെ സൈനിക ശക്തിയെ തളർത്തുമെന്നും ഇസ്രായേൽ കരുതുന്നുണ്ട്.
ഇനി ഇറാന്റെ സഖ്യകക്ഷിയായിട്ടുള്ള റഷ്യയിലേക്കും ചൈനയിലേക്കും വരാം. ഇറാൻ ഭരണകൂടത്തിന്റെ കരുത്തായി നിലകൊള്ളുന്നത് റഷ്യയും ചൈനയും തന്നെയാണ് കേട്ടോ. ഇറാനിലെ പ്രശ്നങ്ങൾ ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണ് എന്നും അതിൽ അമേരിക്ക ഇടപെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ഇവരുടെ നിലപാട്. ഇത് തന്നെയാണ് സത്യവും അല്ലെ. ഐക്യരാഷ്ട്രസഭയിൽ ഇറാനെതിരെയുള്ള നീക്കങ്ങളെ തടയാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയുടെ സ്വാധീനം പശ്ചിമേഷ്യയിൽ വർദ്ധിക്കുന്നത് തടയുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടി തന്നെയാണ് ഇവർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അയൽരാജ്യങ്ങളും ഇന്ത്യയും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നിലവിൽ വളരെ ജാഗ്രതയോടെയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്. ഇറാനിലെ അസ്ഥിരത മേഖലയിലെ എണ്ണ വിതരണത്തെയും സുരക്ഷയെയും ബാധിക്കുമെന്ന് അവർ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ സംഘർഷം ഇന്ധനവില വർധനവിനും അവിടുത്തെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. അതിനാൽ തന്നെ സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഇപ്പോൾ ലോകശക്തികളുടെ ഒരു പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള വാദങ്ങളും മറുവശത്ത് അധികാരം രാഷ്ട്രീയം സംരക്ഷിക്കാനുള്ള നീക്കങ്ങളും ഇറാനിലെ സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ആരാണിതിൽ ശരി ആരാണിതിൽ തെറ്റ് എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.